Hi, welcome students. Welcome to my class. Today we are going to study motion on the rotating earth. This is an application of Coriolis force. Coriolis force എന്ന് പറഞ്ഞാൽ എന്താണ്? Coriolis force is an inertial or fictitious force that acts on objects that are in motion within a frame of reference that rotates with respect to an inertial frame. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ വിത്തിൻ എ ഫ്രെയിം ഓഫ് റെഫറൻസ്, അതായത് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ. പക്ഷേ ഈ ഫ്രെയിം, റൊട്ടേറ്റിംഗ് ഫ്രെയിം റൊട്ടേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഇനർഷ്യൽ ഫ്രെയിം. അപ്പോൾ മൊത്തത്തിൽ ഒരു ഇനർഷ്യൽ ഫ്രെയിമിന് ആസ്പദമായി ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു കറങ്ങുന്ന ഒരു ഫ്രെയിമിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് കോറിയോളിസ് ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിക്റ്റീഷ്യസ് മീൻസ് സംതിങ് വിച്ച് ഇസ് നോട്ട് അബ്സല്യൂട്ട് ഓർ റിയൽ, ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു ഫോഴ്സാണ് കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് സംഭവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ആ വസ്തു ചലിച്ചുകൊണ്ടിരിക്കണം. രണ്ട്, ഈ വസ്തു ചലിക്കുന്ന വസ്തു ഒരു ഫ്രെയിമിൽ, ഒരു കറങ്ങുന്ന ഫ്രെയിമിലായിരിക്കണം ചലിക്കേണ്ടത്. ഈ ഫ്രെയിം കറങ്ങുന്നത് വേറെ ഒരു ഫ്രെയിം, ഒരു റെസ്റ്റിൽ അല്ലെങ്കിൽ വെലോസിറ്റിയിൽ ഇരിക്കുന്ന ഫ്രെയിമിന് ആസ്പദമായി കറങ്ങുന്ന ഒരു ഫ്രെയിമിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ വസ്തുവിന് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ആണ്, ഒരു എക്സ്ട്രാ ഫോഴ്സ് ആണ് കോറിയോളിസ് ഫോഴ്സ്. ഇനി അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കാം. ഇൻ എ റെഫറൻസ് ഫ്രെയിം വിത്ത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ദ ഫോഴ്സ് ആക്ട്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്ട്. അതായത് ഈ ഫ്രെയിം കറങ്ങുന്നുണ്ട്. ഈ കറങ്ങുന്ന ഫ്രെയിം ക്ലോക്ക് വൈസ് ദിശയിൽ കറങ്ങുന്ന ഒരു ഫ്രെയിം ആണെങ്കിൽ ആ ഫ്രെയിമിൽ ചലിക്കുന്ന വസ്തുവിൽ ഈ കോറിയോളിസ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ആ വസ്തുവിന്റെ ചലനത്തിന് ഇടത്തോട്ടായിരിക്കും കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇഫ് ദ ഫ്രെയിം ഇസ് റൊട്ടേറ്റിംഗ് ആന്റി ക്ലോക്ക് വൈസ് then the force acts to the right. ഫ്രെയിം ആന്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നതെങ്കിൽ ഈ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന കോറിയോളിസ് ഫോഴ്സ് ഈ വസ്തുവിന്റെ മോഷൻ, ചലനത്തിന്റെ ദിശയുടെ വലതുവശത്തായിരിക്കും. അപ്പൊ ഈ കോറിയോളിസ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഈ വസ്തു, അതായത് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഡയറക്ഷനിൽ നിന്ന് ഒന്ന് സൈഡിലോട്ട് ചരിയും, അല്ലെങ്കിൽ ഒന്ന് ബെൻഡ് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോറിയോളിസ് എഫക്റ്റിന്റെ, കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ഫ്രെയിം. ഫ്രെയിം കറങ്ങുന്ന ഡയറക്ഷൻ അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നനുസരിച്ച് കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറും. ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചലിക്കുന്ന വസ്തുവിന്റെ ഡയറക്ഷന് ലെഫ്റ്റിലോട്ടായിരിക്കും കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിം ആണെങ്കിൽ ഈ കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വലത്തോട്ടായിരിക്കും. The Coriolis force acts to the right. So for example, Earth is a rotating frame. Okay. Earth is a frame which is rotating. അപ്പം ഭൂമിയിൽ ചലിക്കുന്ന വസ്തുക്കൾ ആണെങ്കിൽ ഈ കോറിയോളിസ് എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ കോറിയോളിസ് എഫക്റ്റിനെ ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബേസിക്കലി ഒരു ഇനർഷ്യൽ ഫ്രെയിം, അതായത് റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയ ഒരു ഫ്രെയിമിൽ നടക്കുന്ന ചലനത്തെയാണ്
ബേസിക്കലി ന്യൂട്ടൺസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ന്യൂട്ടൺസ് ലോയെ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂട്ടൺസ് ലോ ഫോഴ്സിൽ ഒരു എക്സ്ട്രാ 2 ടേംസ് വരും. അതിൽ 2 ടേംസ്, അതായത് 2 ആക്സിലറേഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ആയിക്കോട്ടെ, ആ 2ൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞത് കോറിയോളിസ് ആക്സിലറേഷൻ ആണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 എക്സ്ട്രാ ആക്സിലറേഷനുകൾ അല്ലെങ്കിൽ ഫോഴ്സുകൾ നമുക്ക് കിട്ടും. മാത്രമല്ല ഈ ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ മാസിന് പ്രൊപ്പോർഷൻ ആനുപാതികമായിരിക്കും. ഇപ്പൊ ഈ കോറിയോളിസ് ഫോഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡ്, റൊട്ടേറ്റിംഗ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റിംഗ് റേറ്റ്, ഫ്രെയിം സ്പീഡിൽ റൊട്ടേഷൻ കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് കോറിയോളിസ് ഫോഴ്സും കൂടും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ റൊട്ടേറ്റിംഗ് റേറ്റ്, അതായത് ആംഗുലർ വെലോസിറ്റി, ആംഗുലർ സ്പീഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലായിരിക്കും. അപ്പൊ കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, the Coriolis force acts in a direction perpendicular to the axis of rotation and to the velocity of the body. അപ്പൊ നേരത്തെ പറഞ്ഞു ക്ലോക്ക് വേസിൽ ഒരു ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ആ ബോഡിയുടെ വെലോസിറ്റിക്ക് ഇടതുവശത്തായിരിക്കും. അപ്പൊ അത് വേറെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ. അപ്പൊ കോറിയോളിസ് ഫോഴ്സ് ഇടത് ഭാഗത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കോറിയോളിസ് ഫോഴ്സ്. ഈ കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും to the rotation axis of rotation and to the velocity of the body. ഈ ചലിക്കുന്ന വെലോസിറ്റി, ബോഡിയുടെ വെലോസിറ്റിക്കും അതുപോലെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനും രണ്ടിനും കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഡയറക്ഷനിലായിരിക്കും കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷനെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഈ ഒരു റൂള് ഫോളോ ചെയ്താൽ ഏത് ഡയറക്ഷനിലാണെങ്കിലും നമുക്ക് കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഒന്ന്, റൊട്ടേറ്റിംഗ് ഫ്രെയിമിന്റെ ആക്സിസും അല്ലെങ്കിൽ അതുപോലെ ഈ ബോഡിയുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി കോറിയോളിസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നാമതായിട്ട് ഈ ആംഗുലർ വെലോസിറ്റിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷനിലാണ്. രണ്ടാമതായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി, കോമ്പണന്റ് ഓഫ് ദ വെലോസിറ്റി ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇക്വേഷന്റെ ഫോമിൽ പറയുകയാണെങ്കിൽ സാധാരണ F = ma എന്ന് പറയുന്ന ന്യൂട്ടൺസ് ഇക്വേഷനിൽ എക്സ്ട്രാ 2 ടേം വരുന്നതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് m ഒമേഗ ക്രോസ് r എന്ന് പറയുന്ന ഒരു ടേം ആണ്. പിന്നെ രണ്ടാമതായി നമ്മളിപ്പോൾ പറഞ്ഞ കോറിയോളിസ് ഫോഴ്സ് ആണ്. കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് 2m ഒമേഗ ക്രോസ് v. ഓക്കെ, ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ റിയാക്ഷൻ ആണെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ റേഡിയസ്, ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിയുടെ റേഡിയസ് ഔട്ട്വേർഡ് ഇൻ ദ റേഡിയൽ ഡയറക്ഷൻ, റേഡിയസിന്റെ ഡയറക്ഷനിൽ തന്നെ പുറത്തേക്കായിരിക്കും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അഡീഷണൽ ഫോഴ്സുകൾ, നമ്മൾ ഒന്നാമത്തെ ഫോഴ്സ് അതായത് ഇനർഷ്യൽ ഫോഴ്സുകൾ അല്ലെങ്കിൽ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സുകൾ അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സുകൾ, ഈ 3 പേരിൽ നമുക്ക് ഈ ഫോഴ്സുകളെ വിളിക്കാം. കാരണം ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണെങ്കിലും ശരി, ഈ കോറിയോളിസ് ഫോഴ്സ് ആണെങ്കിലും ശരി, ഈ 2 ഫോഴ്സുകൾ കാരണം ഈ ഫ്രെയിം കറങ്ങുന്നത് കൊണ്ടാണ് ഈ 2 ഫോഴ്സുകളും വരാൻ കാരണം. അഥവാ ഈ ഫ്രെയിം കറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ 2 ഫോഴ്സും വരില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വിളിക്കുന്നത്. അതിനെ നമ്മൾ ഇനർഷ്യൽ ഫോഴ്സുകൾ അല്ലെങ്കിൽ ഫിക്ടിറ്റീഷ്യസ് ഫോഴ്സുകൾ അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സുകൾ അങ്ങനെയെല്ലാം നമ്മൾ ഇതിന് പേര് വിളിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു വേറൊരു അപ്ലിക്കേഷൻ നമ്മൾ എന്താണെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് as though it was an inertial system,
Newton's laws of motion can be applied to a rotating system as though it was an inertial system. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ന്യൂട്ടൺസ് ലോ അപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഒരു ന്യൂട്ടൺസ് ലോക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ന്യൂട്ടൺസ് ലോ ഇക്വേഷൻ പോലെയുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി ഭൂമിയുടെ കാര്യം എടുത്ത് റൊട്ടേറ്റിംഗ് എർത്തിന്റെ സംഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ വി നോ ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ആംഗുലർ വെലോസിറ്റി ഈസ് vertically upward. അതായത് ഭൂമിയുടെ കറക്കത്തിന്റെ ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കാണ്, അതായത് നേരെ മുകളിലേക്കാണ്, അതായത് കറങ്ങുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ എ പ്ലെയിൻ, in a horizontal plane, in perpendicular to the rotating plane there is a direction of the angular velocity. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ consider a particle of mass m moving with a velocity v at a latitude lambda on the surface of a sphere. അപ്പോൾ ഒരു സ്പിയർ നമ്മൾ എടുക്കുന്നു. ഈ സ്പിയറിന്റെ സർഫസിൽ നമ്മൾ ഒരു മാസ് വെക്കുന്നു. ഈ മാസ് നമ്മൾ ഈ സ്പിയറിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v അറ്റ് എ ലാറ്റിറ്റ്യൂഡ് ലാംഡ. ഇപ്പൊ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പോയിന്റും ആ പോയിന്റിൽ നിന്നും ഒരു ഭൂമിയുടെ മുകളിൽ ഒരു പോയിന്റ് വെക്കുകയും ആ പോയിന്റിൽ നിന്നും ഭൂമിയുടെ സെന്ററിലേക്ക് ഒരു ലൈൻ വരച്ചിട്ട് ആ സെന്ററിൽ നിന്നും ഇക്വറ്റോറിയൽ ലൈനും ഇപ്പൊ നമ്മൾ വരച്ച ലൈനും, അതായത് ഭൂമിയുടെ മുകളിൽ നിന്നും ഭൂമിയുടെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ ആ റേഡിയസ് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ള ഭൂമിയുടെ റേഡിയസും ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭൂമധ്യരേഖ എന്ന് നമ്മൾ പറയും. ഈ ആംഗിളിനെയാണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ ഒരു ഭൂമിയിലെ ഒരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സർക്കിളിലുള്ള എല്ലാ പോയിന്റുകൾക്കും ഒരേ ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സർക്കിൾ, ഭൂമിയിലെ ഒരു പർട്ടിക്കുലർ സർക്കിളിനെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ലാറ്റിറ്റ്യൂഡ് കണ്ടാൽ മതി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡിൽ ഒരു വസ്തു ഭൂമിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കല്പിക്കാം. അതിന്റെ വെലോസിറ്റി v ആണ്. അപ്പോ അതേ സമയത്ത് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ സ്പിയർ ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇനി നമ്മൾ ഈ ആംഗുലർ വെലോസിറ്റി ആ പോയിന്റിലും ഭൂമിയുടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇനി ഈ ഭൂമിയുടെ സർഫസിലെ വെർട്ടിക്കൽ അതായത് ഭൂമിയുടെ സർഫസിലെ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒമേഗ വി ഒമേഗ എച്ച് എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് ആണ് ഇതിനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിയോളിസ് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം, -2m ഒമേഗ ക്രോസ് വി. അപ്പൊ ഒമേഗ ഇവിടെ രണ്ട് കമ്പോണന്റ് ആക്കിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒമേഗ വിയും ഒമേഗ എച്ചും ആയിട്ട്, അപ്പൊ ഒമേഗ വി ക്രോസ് വി പ്ലസ് ഒമേഗ എച്ച് ക്രോസ് വി, അങ്ങനെ രണ്ട് ടേംസ് ആയിട്ട് ഞാൻ കോറിയോളിസ് ഫോഴ്സിന് എഴുതി. അപ്പോ സിമ്പിൾ ആണ്. ഒരു പോയിന്റ് എടുത്തുന്നു, ആ പോയിന്റിൽ ഭൂമിയുടെ മുകളിൽ ഒരു മാസ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റിന്റെ ലാറ്റിറ്റ്യൂഡ് ലാംഡയാണ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്നും സെന്ററിലേക്ക് ലൈൻ വരച്ചിട്ട് ഇക്വറ്റോറിയലും ആ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ, അതായത് രണ്ട് കമ്പണന്റ് ആക്കിയെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒമേഗ എച്ച് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറയും, ആൻഡ് വി ആർ ഹൊറിസോണ്ടൽ. അപ്പൊ നമുക്ക് ഇതിന് രണ്ട് വെക്ടേഴ്സും ഹൊറിസോണ്ടൽ ആണ്, പക്ഷെ അതിനെ ക്രോസ് എടുത്താൽ വെർട്ടിക്കൽ ആവും. Thus the horizontal Coriolis force arises solely from the omega v cross v. Omega horizontal Coriolis force, അതായത് ഇപ്പൊ രണ്ട് Coriolis force ഇവിടെ ഉണ്ടാകുന്നു, കാരണം രണ്ട് ആംഗുലർ വെലോസിറ്റി കമ്പോണന്റ് ഉള്ളത് കൊണ്ട് രണ്ട് Coriolis force ഉണ്ടാകുന്നു. പക്ഷേ ഈ ഹൊറിസോണ്ടൽ Coriolis force ഉണ്ടാകുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് കൊണ്ടാണ്, കാരണം വെച്ചാല് പെർപെൻഡിക്കുലർ ആണല്ലോ. So omega v is perpendicular to v and omega v cross v has a magnitude v omega v and independent of the direction of v. So ഇപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ കോറിയോലിസ് ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ -2m ഒമേഗ ക്രോസ് v. അതിൽ ഒമേഗ എച്ചിന്റെ വാല്യൂ ഒമേഗ സൈൻ ലാംഡ, ഒമേഗ വിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഒമേഗ ആംഗുലർ വെലോസിറ്റിയുടെ വാല്യൂ ഒമേഗ സൈൻ ലാംഡ
ക്രോസ് വി. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കോറിയോലിസ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ 2mv ഒമേഗ സൈൻ ലാംഡ. ഓക്കെ. ഇനി ഈ ഭൂമിയുടെ എന്താണ് ഹൊറിസോണ്ടൽ കോറിയോലിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഭൂമിയുടെ മുകളിലും താഴെയും, അതായത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലും, അതായത് നോർത്തേൺ ഹെമിസ്ഫിയർ, അതായത് ഭൂമി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ ഭാഗത്തിന് നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും താഴത്തേന് സൗതേൺ ഹെമിസ്ഫിയർ എന്നും പറയും. ഇപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ കോറിയോളിസ് ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പണന്റ് റൈറ്റിലോട്ടായിരിക്കും, താഴെയാണെങ്കിൽ ലെഫ്റ്റിലോട്ടായിരിക്കും ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് ദ കോറിയോളിസ് ഫോഴ്സ്. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് ദ കോറിയോലിസ് ഫോഴ്സ് ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ വി. അപ്പോൾ വെലോസിറ്റിക്ക് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് ദ കോറിയോലിസ് ഫോഴ്സ്, ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി of other horizontal forces, it would produce circular motion clockwise in the northern hemisphere and counterclockwise in the southern hemisphere. അപ്പോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സർക്കുലർ മോഷൻ, ക്ലോക്ക്വൈസ് സർക്കുലർ മോഷൻ ആൻഡ് ആന്റി ക്ലോക്ക്വൈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. അതുകൊണ്ടാണ് എയർ ഫ്ലോ ഓൺ ദ എർത്ത് ഈസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ കോറിയോളിസ് ഫോഴ്സ്. അതായത് ഭൂമിയുടെ മുകളിലുള്ള കാറ്റിന്റെ ദിശ, കാറ്റിന്റെ ഫ്ലോ, അത് വളരെ ശക്തമായി കോറിയോളിസ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് വിത്തൗട്ട് ഇറ്റ് സ്റ്റേബിൾ സർക്കുലർ വെതർ പാറ്റേൺസ് കുഡ് നോട്ട് ഫോം. അപ്പൊ കോറിയോളിസ് ഫോഴ്സിനെ മനസ്സിലാക്കാതെ നമ്മൾക്ക് വെതർ പാറ്റേൺ, അതായത് കാലാവസ്ഥയുടെ പാറ്റേൺസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക്സ് ഓഫ് വെതർ സിസ്റ്റം we should include other forces like Coriolis force. ഈ Coriolis ഫോഴ്സിനെ കുറിച്ച് നമ്മൾ ഈ വെതർ മനസ്സിലാക്കണമെങ്കിൽ കോറിയോളിസ് ഫോഴ്സിനെ കംപ്ലീറ്റ് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെതർ ഫോർകാസ്റ്റും എയർ ഫ്ലോ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ സെയിം ബേസിക്കലി വൺ തിങ് ഇസ് horizontal Coriolis force produces a clockwise motion in the northern hemisphere and anti-clockwise motion in the southern hemisphere. So that is the conclusion of what we have learned today. So we come to the end of this